കർത്താവ് ദാനമായി നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന് അവസരം ഒരുക്കി തന്ന പ്രിയ ജോസഫ് മത്തി പാസ്റ്ററോടും ഡാളസ് പ്രേയറിലുള്ള എല്ലാ ദൈവമക്കളോടും വിശേഷാല് സന്ധ്യ സിസ്റ്ററോടും ഫിലിപ്പ് പാസ്റ്ററോടും ലാലി ആന്റിയോടും എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവന്ദനവും ഞാൻ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജോസഫ് മാത്യു പാസ്റ്ററോട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ ടെസ്റ്റിമണി പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 2 ദിവസം ഈ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. സ്തോത്രം. 2 ദിവസം എടുത്താണെങ്കിലും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം. അതുപോലെ ദൈവം ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളും വിടുതലുകളും കരുതലുകളും എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. ദൈവത്തിന് മഹത്വം. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ദൈവം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ ദൈവം ഇന്നും അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദാസിമാർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപയാല് ദൈവത്തിന് സ്തോത്രം. ചെറിയ പ്രായത്തിൽ 12-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനമാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആ വചനം പോലെ ഇന്നും കൃപയാൽ ജീവിപ്പാൻ ദൈവം അടിയനെ എൻ്റെ കുടുംബത്തെ സഹായിക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി കരുതലിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തില് ആണ് ഞാൻ നാട്ടിലേക്ക് വരുവാനിടയായത്. ആ ജൂൺ മാസത്തിൽ ഞാൻ ഇവിടെ അമേരിക്കയിൽ കടന്നു വരുവാനിടയായി. ഞാൻ വന്നതിന്റെ കാരണം ഹൂസ്റ്റണില് PC നായിക്ക് മീറ്റിംഗ് നെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് PC നായിക്ക് മീറ്റിംഗ് കൂടാൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഞാൻ ഹൂസ്റ്റണിൽ പോകാൻ വേണ്ടിയാണ് വന്നത് സത്യത്തിൽ. എന്നാൽ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് അച്ഛാമോള് പ്രഗ്നന്റ് ആണെന്ന്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അതിന്റെ പ്രാരംഭ മാസങ്ങളായിരുന്നു. എന്നാൽ കുഞ്ഞ് വളരെ ശാരീരികമായ അസ്വസ്ഥതയാൽ വളരെ കഷ്ടപ്പെട്ടു, ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അവർക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഛർദിലും പ്രയാസങ്ങളും ഒക്കെ വന്ന് ഭക്ഷണം ഉണ്ടാക്കുവാനും പറ്റുന്നില്ല, കഴിക്കാനും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കറക്റ്റ് സമയത്താണ് ദൈവം എന്നെ ഇവിടെ അയച്ചത്. ഏതായാലും ഇവിടെ കടന്നു വന്നത് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീർന്നു. അനേക സ്ഥലങ്ങളിൽ അനേക ഇടങ്ങളിൽ കടന്നു പോകാനും കർത്താവിന്റെ സാക്ഷ്യം വഹിപ്പാനും ഒക്കെ ദൈവം അവസരം ഒരുക്കി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം ഇങ്ങനെ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഇനിയിപ്പോ ഉടനെ ഈ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ഇനി അമേരിക്ക വരേണ്ടത് ആവശ്യമാണല്ലോ എന്നോർത്ത് ഞാൻ 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങ് നാട്ടിലേക്ക് പോകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സെപ്റ്റംബർ മാസത്തില് ദൈവത്തിന് സ്തോത്രം ഞാൻ നാട്ടിൽ ചെന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഫ്ലോറിഡയില് കാറ്റും പിന്നെ അതിൻ്റെതായ പ്രതികൂല സാഹചര്യങ്ങളൊക്കെ ഈ ഫ്ലോറിഡയിൽ ഉണ്ടാകുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. തന്നെയുമല്ല, ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് അച്ഛാമ്മോട് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, മമ്മി എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലാണ്, ഞാൻ വളരെ കഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റത്തില്ല, ഭയങ്കര തലകറക്കമാണ്, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, തലകറക്കവും ലോ പ്രഷറും, അങ്ങനെ എല്ലാ വിധത്തിലും അവൾ ശരീരത്തിൽ വളരെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പീറ്ററിന്റെ സഹായമില്ലാതെ അവൾക്ക് പല്ല് പോലും തേക്കാൻ പറ്റത്തില്ല. അത്രമാത്രം കുഞ്ഞ് ബലഹീനയായി. അപ്പം വീട്ടിൽ പപ്പ എന്നെ വഴക്ക് പറഞ്ഞു, നീ എന്തിനാ ഇത്ര ധൃതി വെച്ച് ഓടി നാട്ടിലോട്ട് പോകുന്നത്? അവിടെ നിന്ന് 2-3 മാസം കൂടെ അവിടെ നിന്ന് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അവളൊന്ന് ബലപ്പെട്ടിട്ട് പോന്നാ പോരായിരുന്നോ എന്നൊക്കെ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കർത്താവ് എല്ലാം നന്നായി ചെയ്തു. നമ്മൾ ആരെല്ലാം കൂടെ നിന്നാലും ദൈവം സഹായിച്ചാലേ ഉള്ളൂ, ദൈവം വിടുവിച്ചാലേ ഉള്ളൂ, ദൈവം സൗഖ്യമാക്കിയാലേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയിൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. എത്ര ദൂര സ്ഥലങ്ങളിൽ ഇരുന്ന് നാം പ്രാർത്ഥിച്ചാലും പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പെട്ടെന്ന് ഇവരുടെ വാക്ക് കേട്ട് തലകറക്കവും ഈ ശ്വാസമുട്ടലും ഒക്കെ കേട്ടപ്പോൾ വളരെ ബുദ്ധിമുട്ടോടെ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് അറിയിച്ചു, ഇത് അവിടെ ശുശ്രൂഷയോടുള്ള പോരാ, തന്നെയുമല്ല ഉദരത്തിൽ കിടക്കുന്നത് ഒരു വാഗ്ദത്ത സന്തതിയാ, അതിനോടുള്ള വെല്ലുവിളിയാ. അതുകൊണ്ട് അവർക്ക് ഒരു രോഗവുമില്ല. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ വ്യാധി നീങ്ങിപ്പോകത്തില്ല. അതുകൊണ്ട് ദൈവാത്മാവ് ഇടപെട്ടു. ഇന്ന് മുതൽ മോൾ ഉപവസിക്കാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അവൾ ആ വാക്ക് കേട്ടു. അപ്പൊ അവള് പറഞ്ഞു, മമ്മി എനിക്ക് ആഹാരം കഴിക്കാനും പറ്റുന്നില്ല, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും മേലെ, തല കറങ്ങുമാ. സാധാരണ ഇങ്ങനെ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഇതുപോലെ ബലഹീനമായിരിക്കുന്ന സ്ഥാനത്ത് ഒരിക്കലും ഉപവാസം ആരും പറയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് അവൾ അത് അനുസരിപ്പാനും വിശ്വസിപ്പാനും ഇടയായി. ദൈവകൃപയാൽ അവൾ ആ വാക്ക് അനുസരിച്ചു. അപ്പം
അവള് പറഞ്ഞു, മമ്മി ശരി, ഞാൻ ദൈവത്തിന് ഉപസിച്ചോളാം എന്ന് പറഞ്ഞു. എന്നാൽ അതിനു മുമ്പ് ഇവർക്ക് വല്ലാതെ തലകറക്കവും അസ്വസ്ഥതകളും ഉണ്ടായ സമയത്ത് പീറ്റേഴ്സൺ പറഞ്ഞു 991 വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവളെന്നെ വിളിച്ചത്. എന്നാൽ അങ്ങനെ ഇവൾ ഹോസ്പിറ്റലിലേക്ക് പോയാൽ ഇവള് രോഗിയായി തീരുമെന്ന് ദൈവം എന്നോട് സംസാരിച്ച വാക്കുകൾ ഞാൻ ഇവളോട് പറഞ്ഞു, മോളെ നീ ഇതിനു വേണ്ടി ഹോസ്പിറ്റലിൽ പോകില്ല, നിനക്ക് ഒരു രോഗവുമില്ല, ഇത് പോരാട്ടമാ, ഇത് വെല്ലുവിളിയാ, ഇതിന് മരുന്ന് പറ്റത്തില്ല, മരുന്നുകൊണ്ട് യാതൊരു കാര്യവും നടക്കത്തില്ല. നീ മരുന്ന് എടുക്കാൻ പോയാൽ അഥവാ ഹോസ്പിറ്റലിൽ നീ പോയിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ അത് ബാധിക്കും. ദൈവത്തിന് സ്തോത്രം, നീ രോഗിയായി മടങ്ങി വരുവുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവള് പറഞ്ഞു ശരി മമ്മി, ഹസ്ബൻഡിനോട് പറയാമെന്ന് പറഞ്ഞു. ഇപ്പൊ പീറ്റേഴ്സൺ ഇങ്ങനെ 991 വിളിക്കാമെന്ന് പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളത്തിലും ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെട്ടു. അത് വിളിക്കണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് ദൈവം അവനോട് ഇടപെട്ടു. വിളിക്കാൻ തയ്യാറായ മോനോട് ദൈവം തന്നെ ഇടപെട്ടു അത് ചെയ്യരുതെന്ന്. അപ്പോഴാണ് ഞാൻ ഇവളോട് പറയുന്നു പോകരുതെന്ന്. ദൈവത്തിന് സ്തോത്രം. രണ്ടുപേരുടെ വാമൊഴിയാ ഏത് കാര്യവും ഉറപ്പാ. അങ്ങനെ അവര് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് വിചാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഉപവസിക്കാൻ തീരുമാനമെടുത്തു. ദൈവത്തിന്റെ കൃപയാൽ അന്ന് മുതൽ ദൈവത്തിന് സ്തോത്രം, ഡെലിവറിയുടെ അന്ന് വരെയും ഈ കുഞ്ഞ് ഉച്ചവരെ ഉപവാസത്തിലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഉപവാസവും പ്രാർത്ഥനയും തീരുമാനമെടുത്തപ്പോൾ തന്നെ കർത്താവ് അവിടെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് ഭേദം വരുത്തി. അവിടെ രോഗത്തെ കർത്താവ് സൗഖ്യമാക്കി. അവിടെ ശ്വാസം മുട്ടൽ മാറി, അവിടെ വിമിഷ്ടങ്ങൾ മാറി, നെഞ്ചുവേദന മാറി, തലകറക്കം മാറി, ലോ പ്രഷറിന്റെ പ്രയാസങ്ങൾ മാറി. അവൾ അന്ന് മുതൽ പിന്നെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പിന്നെയും കർത്താവ് അവളെ ഉപയോഗിപ്പാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ചില കുഞ്ഞുങ്ങളെ അവൾ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. സ്തോത്രം. അനേക കുഞ്ഞുങ്ങൾ എന്ന് പറയും യൗവനക്കാരായ കുഞ്ഞുങ്ങളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരുവാനും അവരെ രക്ഷയിലേക്ക് നടത്തുവാനും സ്നാനത്തിലേക്ക് നടത്തുവാനും അഭിഷേകത്തിലേക്ക് നടത്തുവാനും എല്ലാം പൈതന്നെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി, എല്ലാ ഉപകാരങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ദൈവത്തിന് സ്തോത്രം, കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുവാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി. തന്നെയുമല്ല, ദൈവത്തിന് സ്തോത്രം, ഈ ഉപവാസം പ്രാർത്ഥനയും തുടങ്ങി ആ സമയത്ത് തന്നെ ശരീരസ്ഥിതി മാറി. അവൾ എല്ലാ മീറ്റിങ്ങിനും പിന്നെയും കടന്നു പോകാൻ തുടങ്ങി. വീട്ടിലിരിക്കുന്നേ ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഓൺലൈനിലുള്ള ബൈബിൾ ക്ലാസ് ദൈവവചനം പഠിപ്പിക്കുന്നു. അല്ലാതെ തന്നെ വീടുകളിൽ പോയി ദൈവവചനം പറഞ്ഞ് യൗവനക്കാരായ പ്രിയപ്പെട്ടവരെ അവൾ ആത്മാവിൽ ബലപ്പെടുത്തുവാനും വചനം പറഞ്ഞവരെ ഉറപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും എല്ലാം കർത്താവ് അവളെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രസവിക്കുന്നതിന്റെ തലേ ദിവസം ദൈവത്തിന് സ്തോത്രം, ശനിയാഴ്ച വൈകിട്ട് ഇവിടെ 2 മണി വരെ ആൾക്കാരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. കാരണം ഒരു വീട്ടിലെ ഹിന്ദു മാർഗത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരെ, തിരുവനന്തപുരക്കാരാണ്. അവര് തിരുവനന്തപുരത്തിൽ നിന്ന് അവർ കുടുംബമായിട്ട് അമേരിക്കയിൽ കടന്നു വരുവാൻ ഇടയായി. എന്നാൽ അവർക്ക് വീടില്ലാതെ അവർ വളരെ ഭാരപ്പെട്ടിരിക്കുന്ന സമയത്ത് അച്ഛയ്ക്ക് ദൈവം ഒരു പുതിയ വീട് കൊടുത്തപ്പോ അവരുടെ പഴയ വീട് ഇവർക്ക് താമസിപ്പാനായിട്ട് കൊടുത്തു. അവരെ വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ ഇടയായി. അവരപ്പനും അമ്മയും മോനും മോളും അവരെല്ലാവരും സ്നാനപ്പെടുവാൻ കർത്താവ് ഭാഗ്യം നൽകി. അങ്ങനെ ആ ഹിന്ദു കുടുംബം പൂർണ്ണമായി ദൈവത്തെ അറിയുവാൻ അതിന് മുഖാന്തരമായി തീർന്നു. അവർക്ക് ദൈവവചനം കേൾക്കുവാനും വചനത്തിൽ ബലപ്പെടേണ്ടതിനും വചനം കേട്ട് ബലപ്പെടേണ്ടതിനു വേണ്ടി അവർ തീരുമാനിച്ചാണ്. അവര് അച്ഛനെയും ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ അവർക്ക് ഇനിയും അങ്ങനെ പോകാനും വരാനും സംസാരിക്കാനും ഒന്നും ഒക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഡെലിവറിക്ക് മുമ്പേ വന്ന് അച്ചാച്ചേച്ചിയെ കാണണം, അച്ചാൻ്റെയെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ദൈവത്തിന് യൗവനക്കാരായ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും കടന്നു വരുവാനിടയായി. രാത്രി 2 മണി വരെ ഈ വീട്ടിൽ അവരുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ശനിയാഴ്ച ഞങ്ങള് ദൈവവചനത്താലും ദൈവാത്മാവിനാലും ബലപ്പെട്ട് ശക്തീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുവാനിടയായി. അതിനുശേഷം അവർ 2 മണിക്ക് ശേഷം അവർ ഭവനത്തിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ലേറ്റ് ആയാണ് അന്ന് കിടന്നത് തന്നെ. പിറ്റേ ദിവസം രാവിലെ ദൈവകൃപയാൽ ആരാധനയ്ക്ക് കടന്നു പോവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ആരാധനയ്ക്ക് കടന്നു ചെന്നു. ആരാധന മുഴുവനും സംബന്ധിച്ചു. ദൈവം അവളെ ബലപ്പെടുത്തി ശക്തീകരിച്ചു. നന്നായിട്ട് ആത്മാവിൽ പാടുവാനും ആരാധിപ്പാനും ദൈവവചനം കേട്ട് ബലപ്പെടാനെല്ലാം പൈതന്നെ ദൈവം സഹായിച്ചു. ഞങ്ങളെ കുടുംബമായി ദൈവം ബലപ്പെടുത്തി അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു ഭവനത്തിലായിരുന്നു ഫുഡ് പറഞ്ഞിരുന്നത്. അവര് ഫുഡ് ആ ഭവനത്തിൽ ക്രമീകരിച്ച് അതിന് ശേഷം അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ മണി 4 ആയി. 4 മണിക്ക് ശേഷമായിട്ട് അവള് പറഞ്ഞു, മമ്മി എന്റെ ശരീരത്തിന് പതിവില്ലാത്ത ക്ഷീണമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഇന്നലെ രാത്രി നീ ഉറങ്ങിയില്ലല്ലോ, ഇന്നലെ അവര് പോയപ്പോ തന്നെ 2 മണി ആയില്ലേ, അപ്പൊ ശരീരം ബലഹീനമല്ലേ, ബലഹീനമായ ശരീരത്തിലും അല്ലേ നീ ആയിരിക്കുന്നത്, അതുകൊണ്ട് നിനക്ക് ഉറക്കം കിട്ടാഞ്ഞിട്ടാ എന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഹല്ലേലൂയ
ഇവള് ഒരു ചെക്കപ്പിന് പോലും ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാവർക്കും അറിയാവല്ലോ ഇവിടുത്തെ അമേരിക്കയുടെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തിന് അമേരിക്കയെ പറയുന്നു, ഇന്ത്യയിലും നിയമങ്ങൾ കർക്കശമായിക്കൊണ്ടിരിക്കുക. ചെക്കപ്പിന് പോകണം, ആരംഭം ഒന്നാം മാസം മുതൽ എല്ലാവരും ചെക്കപ്പിന് പോകുന്ന ഒരു കാലമാണ് ഇന്ത്യയിലും. ദൈവത്തിന് സ്തോത്രം. കേരളത്തിലല്ല. എന്നാൽ ദൈവത്തിന് സ്തോത്രം. കൃപയാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൃപയാൽ ഒരു മരുന്നിലോ വൈദ്യന്മാരോ ആശ്രയിക്കാതെ എൻ്റെ ദൈവം എന്നെ വിടുവിച്ചു. എൻ്റെ ഡെലിവറി ഒക്കെ ദൈവം അത്ഭുതകരമായി നടത്തി. അതൊക്കെ ഈ കുഞ്ഞുങ്ങൾക്കറിയാം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ വിശ്വാസം കുഞ്ഞുങ്ങൾക്കും ദൈവം കൊടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്നാൽ ഇവിടെ വന്നിട്ട് ഈ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ അവൾ ഒരു ചെക്കപ്പിന് പോലും പോയിട്ടില്ല. അങ്ങനെ പോകാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ബേബി ഷവർ നടത്തണമെങ്കിൽ ആ കുഞ്ഞാണോ പെണ്ണോ എന്നറിയണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഈ കുഞ്ഞുണ്ടാകുന്നതിന് മുൻപേ ദൈവാത്മാവ് പറഞ്ഞു ഇവൾക്ക് മൂന്നാമതൊരു ആൺകുഞ്ഞ് ജനിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആ ഡെലിവറിക്ക് വേണ്ടി ഞാൻ അമേരിക്കയിൽ കടന്നു വരുമെന്നൊക്കെ ദൈവം നേരത്തെ ദൂത് സംസാരിച്ചതാ. ഈ കുഞ്ഞിന് യോവേൽ എന്ന് പേരിടണമെന്നൊക്കെ ദൈവാത്മാവ് വ്യക്തമായിട്ട് സംസാരിച്ചു. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങൾക്കും വചനങ്ങൾക്കും ആലോചനകൾക്കും ഒരിക്കലും മാറ്റം വരത്തില്ല. എന്നാൽ സ്കാൻ ചെയ്താലല്ലേ നമുക്ക് ഇവിടുത്തുകാർക്ക് അതിനൊരു ഉറപ്പ് വരുവുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ബേബി ഷവർ നടത്തേണ്ടത് കൊണ്ട് ഒരു പ്രൈവറ്റ് സ്കാനിങ് സെന്ററിൽ പോയി കുഞ്ഞാണോ പെണ്ണോ എന്നറിയാൻ മാത്രം പോയി അവര് സ്കാനിങ് നടത്തി. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കുഞ്ഞാണെന്ന് അറിയുവാനിടയായി. അങ്ങനെ ബേബി ഷവറൊക്കെ കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ സമയമായപ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ ശനിയാഴ്ചത്തെ ഈ ദൈവവചനവും ധ്യാനിച്ച് ബലപ്പെട്ട് കഴിഞ്ഞ് ഞായറാഴ്ച ആരാധനയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മോനെ നീ ഇതുവരെ ഒരു ചെക്കപ്പിന് അവിടെ പോയിട്ടില്ലല്ലോ. അപ്പം ഇടയ്ക്ക് അവള് 5-6 മാസമൊക്കെ ആയപ്പോൾ എല്ലാവരും ചെക്കപ്പിന് പോകാത്ത കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതുകൊണ്ട് എന്നാ ഒന്ന് പോയേക്കാന്ന് പറഞ്ഞിട്ടും ആ ഹോസ്പിറ്റലോട്ട് വിളിച്ചു വെച്ചപ്പോൾ അവര് പറഞ്ഞു സമയം കഴിഞ്ഞു പോയി. ആരംഭം മുതലേ ചെന്നാലേ 1-ാം മാസം മുതൽ ചെന്നാലേ അവര് എടുക്കത്തുള്ളൂ. 6 മാസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സമയം കഴിഞ്ഞുകൊണ്ട് അവരെടുക്കത്തില്ല. അവര് പറഞ്ഞു ഇനി അങ്ങോട്ട് വരണ്ട, പിന്നെ ഡെലിവറി ആകുമ്പോൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയായിരുന്നു. കാരണം ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആഗ്രഹമില്ല ആശുപത്രി പോകാൻ. എന്നാൽ ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും ഒരാൾ സഹായത്തിന് ഇത് ആവശ്യവുമാണ്. എന്നാൽ തക്ക സമയത്ത് ഡെലിവറിക്ക് ചെന്നാൽ മതി എന്ന് ആ ഡോക്ടറെ കൊണ്ട് തന്നെ ദൈവം പറയിപ്പിച്ചത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. എന്നാൽ അന്ന് ഞാൻ പറഞ്ഞു, മോനെ ഏതായാലും സമയമായല്ലോ, ഇപ്പൊ ഇത്രയും ദിവസങ്ങളൊക്കെ അടുത്തല്ലോ, മോൻ ഏതായാലും പോയി ചെക്കപ്പിനും പോ. അപ്പം ദൈവഹിതമാണ്, വിടുതലിന്റെ സമയമായെങ്കിൽ കർത്താവ് പിന്നെ ഡെലിവറി നിനക്ക് ഇതോടുകൂടി ഒരുക്കി തരും, അല്ലെങ്കിൽ ചെക്കപ്പ് ചെയ്തിട്ട് പോരാമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പറഞ്ഞ് ദൈവത്തിന് കൃപയാൽ 11 മണിയായപ്പോഴത്തേക്ക് അവര് ഭാര്യയും ഭർത്താവും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഇടയായി. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് ഭവനത്തിലിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവിടെ ചെന്നു ചെക്കപ്പ് ചെയ്ത് കാര്യങ്ങളെന്നാന്നൊന്നും അറിയാതെ ഞാൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുക. ഞാൻ ഏതായാലും പെട്ടെന്ന് നാട്ടിലേക്ക് വിളിച്ച് എൻ്റെ ഹസ്ബൻഡിനോടും പിള്ളേരോടും പറഞ്ഞു, അച്ഛാമ്മയുടെ ഡെലിവറിയോടുള്ള ബന്ധത്തിൽ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, ആദ്യമായിട്ടാണ് ഹോസ്പിറ്റലിൽ പോകുന്നത്, അവിടെ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപയാൽ കർത്താവിന്റെ ദാസനും കുഞ്ഞുങ്ങളും പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നാട്ടിൽ, അവർക്ക് അവിടെ പകലാണല്ലോ, നാട്ടിൽ പിള്ളേർ പകലായിരുന്നതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഫോണിൽ കൂടെ ദൈവത്തിന് സ്തോത്രം പിന്നെ കണ്ടു പ്രാർത്ഥിക്കാനായിട്ട് എത്ര ദൂര സ്ഥലങ്ങളിലാണെങ്കിലും ദൈവം അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഫോണിൽ കൂടെ ഞങ്ങൾ കണ്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനിടയായി ഞാനും കുഞ്ഞുങ്ങളും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചിട്ട് വേറെ എങ്ങാണ്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട്, അദ്ദേഹം പോയി. എന്നാൽ കുഞ്ഞുങ്ങളും ഞാനും രാത്രി മുഴുവൻ, ഇവിടുത്തെ രാത്രി മുഴുവൻ അവിടുത്തെ പകലും ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ വേറൊരു കാര്യം കൂടി ഇതിനോട് ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞതിന്റെ 1 വർഷം മുമ്പ്, അഥവാ ഈ ആഴ്ചക്ക് ഇപ്പം 3-ാമത്തെ കുഞ്ഞാണ് ഇത്. 2-ാമത്തെ കുഞ്ഞിന്റെ അതേ പ്രായത്തിലുള്ള ഒരു കൊച്ച് ഇവരുടെ ചർച്ചിലെ ഒരു സഹോദരിക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവര് ആത്മീയ സുഹൃത്തുക്കളായതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ, അപ്പൊ അവള് 3-ാമത് ഗർഭിണിയായ സമയത്ത് പെട്ടെന്ന് പിന്നെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് എന്നാ ഒരു കൊച്ചുണ്ടാകുന്നതെന്ന് അച്ഛയോടും പീറ്റേഴ്സനോടും ചോദിച്ചപ്പോ പീറ്റേഴ്സൺ ഹോളിന്റെ വാതുക്കെ നിന്നോണ്ട് ഇങ്ങനെ പറഞ്ഞു, ട്രംപ് എന്ന് പ്രസിഡന്റ് ആകുന്നോ അന്ന് ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന് പറഞ്ഞു. സ്തോത്രം. 1 വർഷം മുമ്പ് പറഞ്ഞ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവവചനം പറയുന്നു, ദൈവം അറിയാതെ ഒരു വാക്കും നമ്മുടെ നാവിന്മേലില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തിങ്കളാഴ്ച 10 മണിയായപ്പോൾ ദൈവത്തിന് സ്തോത്രം,
ട്രംപ് പ്രസിഡന്റായി 10 കാലായപ്പോൾ അച്ചാമോൾ പ്രസവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് അത്ഭുതകരമായി ആ കുഞ്ഞിനെ കൊടുക്കുവാനിടയായി. നമ്മുടെ വാക്കുപോലെ ചെയ്യുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തന്നെയുമല്ല, ഡെലിവറിക്ക് വന്നിട്ടോ ദൈവത്തിന് സ്തോത്രം. അവൾ ആഗ്രഹിച്ചു. അവൾ ഇവിടുന്ന് അവളെ ഞാൻ പ്രാർത്ഥിച്ചയച്ചപ്പോഴും കർത്താവ് ദൂതനെ അവൾക്ക് മുമ്പായി അയക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചാ കടന്നുപോയത്. അവിടെ ചെല്ലുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഒരു ദൈവ പൈതലിനെ തന്നെ ദൈവം അതിനുവേണ്ടി ഒരുക്കി. അവിടെ വന്ന ഡോക്ടർ, ദൈവത്തിന് സ്തോത്രം, ഒരു പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഒരു ദൈവ അനുഭവമുള്ള, ആത്മീയമുള്ള, അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസിയായിരുന്നു. അവിടെ ഫിലിപ്പീൻസ് ആണ്. ദൈവത്തിന് സ്തോത്രം. അവർ ആഭരണമൊക്കെ ഇട്ടതുകൊണ്ട് അവർ ദൈവമകളാണോ അല്ലയോ നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അവൾ ആഗ്രഹിച്ചു, ഒരു അഭിഷിക്ത വേണം അവിടെ കുഞ്ഞിനെ, ഈ ഭൂമിയിലേക്ക് കുഞ്ഞ് പിറക്കുമ്പോൾ അതിനെ എടുക്കുവാൻ. കഴിഞ്ഞ 2 ഡെലിവറിക്കും അതുപോലെ ദൈവം അവിടെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് പരിചയമുള്ള ഒരു ദൈവദാസിയെ തന്നെ ദൈവം ആ 2 ഡെലിവറിക്ക് ഒരുക്കി. അതുപോലെ തന്നെ ഈ 3-ാമത് ഇതിന് അവിടുത്തെ ഡോക്ടറെ, ദൈവത്തിന് സ്തോത്രം, ഡോക്ടർ അവിടെ വന്നു. ആ സമയത്ത് ഇവര് അച്ചായും പീറ്റേഴ്സണ്ണും ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച്, വേദന വരുന്ന സമയത്ത് അവർ രണ്ടുപേരും ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ കണ്ടപ്പോൾ ഈ ഡോക്ടർക്കും അവിടെ വിശ്വാസികളായിട്ട് വന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷം തോന്നി. ദൈവീയമായ അനുഭവം. പീറ്റർ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ആ വചനം പറഞ്ഞ് അവർ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതത്തിന്റെ കാര്യം അവിടെ പ്രവർത്തിച്ചു. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയെ തികഞ്ഞു വരും. ഈ ജനുവരി 1-ാം തീയതി അച്ഛയ്ക്ക് 36 വയസ്സിലോട്ട് അവൾ കയറി. 36-ാമത്തെ വയസ്സിലേക്ക് കയറുമ്പോൾ ആ ജനുവരി 1-ാം തീയതി പിന്നെ പുതിയ വർഷത്തിൽ ദൈവം അവൾക്ക് കൊടുത്ത വചനം അതായിരുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. അതുപോലെ തന്നെ ദൈവത്തിന്റെ ശക്തി അവളിൽ വെളിപ്പെട്ടു, ദൈവത്തിന്റെ കൃപ അവിടെ മേൽ വെളിപ്പെട്ടു, ദൈവനാമം മഹത്വപ്പെട്ടു. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്താന്ന് ചോദിച്ചാൽ, ഇത്രയും ദിവസങ്ങളായി, മാസങ്ങളായി അവൾ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ദൈവം ചെയ്ത പ്രവൃത്തി എന്തെന്ന് ചോദിച്ചാൽ, ആ കുഞ്ഞുണ്ടായപ്പോൾ 8 പൗണ്ട് ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഡോക്ടർ അവിടെ നിന്ന് ഒരു അത്ഭുതപ്പെട്ടു പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് ഒരു ചോദിച്ചു, അതിന് മുമ്പേ തന്നെ ചോദിച്ചു. അവർക്ക് നോക്കിയപ്പോഴേ മനസ്സിലായി ഈ കുഞ്ഞ് ഒരു വലിയ കുഞ്ഞാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പം അതുകൊണ്ട് ചോദിച്ചു, ആദ്യത്തെ ഡെലിവറിക്ക് ആദ്യത്തെ കുഞ്ഞിന് എത്ര പൗണ്ട് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അവൾ ഓർത്ത അങ്ങനെയൊക്കെ ചോദിക്കുന്നെന്ന്. 2-ാമത്തെ കുഞ്ഞിന് എത്ര പൗണ്ട് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു. അപ്പൊ അവൾ അതും പറഞ്ഞു. എന്നാ അതിലൊക്കെ അല്ല, വലിയ കുഞ്ഞാണ് ഇതെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ഫലം ബൈബിൾ പറയുന്നു. വചനം എത്ര സത്യമാണ്. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, യഹോവയുടെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുമെന്ന്. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനമാണ്, വാഗ്ദത്ത വചനമാണ്. അത് വിശ്വസിക്കുന്നവർക്ക് ഇന്നും വിടുതലുണ്ട്. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ കഴിഞ്ഞ ജനുവരി മാസത്തിൽ നമ്മുടെ കുമ്പനാട് കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവിന്റെ ഹൃദയത്തിൽ ഇടപെട്ടു. ഒരു നേരം കഴിച്ചുകൊണ്ട് ഉപവസിക്കാൻ. എത്ര ദിവസമെന്ന് പറഞ്ഞില്ല. 2024 ജനുവരി മാസം തുടങ്ങിയ ഉപവാസം, കൃപയാൽ ഇന്നും ഞാൻ ഉപവാസത്തിലെ ഒരു നേരം മാത്രം ഫുഡ് കഴിച്ചുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിൽ വരുമ്പോൾ ഉച്ചയ്ക്ക് കഴിക്കും, നാട്ടിലാണെങ്കിൽ വൈകിട്ട് കഴിക്കും. കാരണം അവിടുത്തെ വൈകിട്ടെന്ന് പറഞ്ഞ് ഇവിടെ ഉച്ചയായതുകൊണ്ടാണ് അങ്ങനെ ക്രമീകരിച്ചത്. ഒരു നേരം മാത്രം ഫുഡ് കഴിച്ചുകൊണ്ട് കൃപയാൽ എനിക്ക് ഉപവസിപ്പാനിടയായി. എൻ്റെ തലമുറയും ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. ബലഹീന ശരീരത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. എൻ്റെ കൃപ നിനക്കോ മതി, എൻ്റെ ശക്തി ബലഹീനത തികഞ്ഞു വരും. ഉപവസിച്ച് പ്രാർത്ഥിച്ച കുഞ്ഞിന്, ഇത്രയും വെയിറ്റ് ഉള്ള കുഞ്ഞിന്, 8 പൗണ്ടുള്ള കുഞ്ഞിനെ കിട്ടിയത് ഒരു വലിയ സാക്ഷ്യമാണ്, വലിയ അത്ഭുതമാണ്. നോർമൽ ഡെലിവറിയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കുഞ്ഞുണ്ടായി. ചൊവ്വാഴ്ച വൈകുന്നേരം അവർ ഡിസ്ചാർജായി ഭവനത്തിൽ വരുവാൻ ദൈവം സഹായിച്ചു. ഈ ദൈവം എത്ര വലിയവൻ! ഈ ദൈവം എത്ര ശക്തനായ ദൈവമാണ്! ഈ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിപ്പാൻ ശക്തനാണ്. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ ദയ നിന്നെ വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാന നിയമം നീങ്ങിപ്പോകുകയില്ലെന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാഗ്ദത്ത
വചനമാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാ. തന്നെയുമല്ല ബൈബിൾ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ ക്ഷീണിച്ചു പോകാതെ നടക്കും, തളർന്നു പോകാതെ ഓടും. ദൈവത്തിന് സ്തോത്രം. അച്ചായെ കണ്ടിട്ടുള്ളവർക്കറിയാം, അവൾ വളരെ ബലഹീന ശരീരം, അവിടെ ശരീരം വലിയ പുഷ്ടിയോ ബലോ ഒന്നുമില്ല. എന്നാൽ ദൈവത്തിന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാകയാ. ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പൈതനെ ദൈവം തന്നു. അതുകൊണ്ട് ആ കുഞ്ഞിനെ നേരത്തെ തന്നെ ദൈവാത്മാവ് അറിയിച്ചു യോവേൽ എന്ന് പേരിടണമെന്ന്. അതുകൊണ്ട് യോവേൽ ബെസലേൽ മാത്യു എന്ന് ആ കുഞ്ഞിന് പേരിടുവാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൃപയാൽ തള്ളയും കുഞ്ഞും സുഖത്തോടെ, ക്ഷേമത്തോടെ, സമാധാനത്തോടെ, സൗഖ്യത്തോടെ ആയിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം തിങ്കളാഴ്ച മുമ്പേ സാക്ഷ്യം പറയണം, അല്ലെ തിങ്കളാഴ്ച എങ്കിലും സാക്ഷ്യം പറയണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇപ്പോൾ ഈ പ്രേലൈനി കയറിയത്. കാരണം സമയം ഇവിടുത്തേതും അവിടുത്തേതുമായിട്ട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ലാഞ്ഞത് കൊണ്ടും ഇപ്പൊ ഒന്ന് കയറി ആ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ ടൈം അറിഞ്ഞിട്ട് വേണം സന്ധ്യാസിസ്റ്ററോട് ടൈം ചോദിക്കാൻ, സമയം പറയാനെന്നൊക്കെ ഓർത്തിരുന്നപ്പോഴാ ഫിലിപ്പാസ്റ്ററും ലാലിയാന്റെയും ഈ പ്രേലൈനി കാണുവാൻ ഇടയായത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വിഷയം പറഞ്ഞപ്പോൾ തന്നെ ഇന്ന് തന്നെ പറഞ്ഞോളാൻ പറഞ്ഞതുകൊണ്ടും ജോസഫ് മാത്യു പാസ്റ്റർ നേരത്തെ തന്നെ അനുവാദം തന്നതുകൊണ്ടും ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഒരു വിലപ്പെട്ട അവസരം ദൈവം തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്നെയുമല്ല, ഈ ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചിലെ മിക്കവാറും സഹോദരിമാര് നേഴ്സുമാരാ. അത് അവർ മിക്കവാറും പേര് ഇവള് പോയ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചെക്കപ്പിന് പോകാത്തതും മെഡിസിൻ എടുക്കാത്തതിലൊക്കെ അവരോട് ആരോടും പറഞ്ഞിട്ടില്ല. കാരണം ഇവിടുത്തെ നിയമം അനുസരിച്ച് ഇത് അറിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാ. അതുകൊണ്ട് ആരോടും പറയാതെ നമ്മളിത് രഹസ്യമായിട്ട് വെച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പൊ ഇവിടെ ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ഉണ്ട്, സണ്ണി പാസ്റ്റർ എന്ന് പറയും. അദ്ദേഹത്തിന്റെ വൈഫ്, അവർക്ക് മക്കളില്ല. ആ സിസ്റ്റർ ഞായറാഴ്ച വൈകുന്നേരം ഒരു 9 മണിയൊക്കെ ആയപ്പോ ഇവിടെ വന്നായിരുന്നു. അവര് ഭാര്യയും ഭർത്താവും കൂടെ വന്നു പ്രാർത്ഥിച്ചു. അദ്ദേഹം പോയി. അന്നേരം അവര് പ്രാർത്ഥിച്ചപ്പോഴും പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എങ്കിലും എന്റെ ദൈവം നിന്നെ വിട്ടുമാറുകയില്ല, എന്റെ സമാധാനം നീ നീങ്ങിപ്പോകുകയില്ലെന്നുള്ള വചനം പറഞ്ഞ് ബലപ്പെടുത്തി ധൈര്യപ്പെടുത്തി ദൈവം തന്ന ആലോചന പറഞ്ഞിട്ടാണ് ആ കർത്താവിന്റെ ദാസൻ കടന്നുപോയത്. അപ്പൊ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പോയി. എന്നാൽ തിങ്കളാഴ്ച രാവിലെ ഇവൾ പ്രസവിച്ചു എന്ന് കേട്ടപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. കാരണം അവര് തലേരാത്രിയിൽ ഇവിടെ വന്ന് കണ്ടതാ, അവർക്ക് ഒരു കുഴപ്പമില്ലാതെ സന്തോഷത്തോടെ കണ്ടതാ. പെട്ടെന്ന് കുഞ്ഞുണ്ടായിന്ന് കേട്ടപ്പോൾ സഭയിലെ സെക്രട്ടറി പിന്നെ എല്ലാരെയും അറിയിച്ചപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം. എന്നാൽ ആ കർത്താവിന്റെ ദാസി എന്നെ വിളിച്ചു പറഞ്ഞു. കാരണം ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, ഞാൻ പിള്ളേരുമായിട്ട് വീട്ടിലായിരുന്നല്ലോ. അപ്പം അച്ഛക്ക് കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പം അച്ഛയുടെ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ റെഡി ആയിട്ടിരുന്നോ, ഞാൻ വീട്ടിൽ വന്ന് നിങ്ങളെ കൊണ്ടുപോകാം, ബേബിയെ കാണിക്കാമെന്നൊക്കെ പിള്ളേരോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കർത്താവിന്റെ ദാസി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ആന്റി, ഞാൻ എത്ര ദൈവത്തെ സ്തുതിച്ചാലും മതിയാകത്തില്ല. കാരണം അവരും ഈ ഹോസ്പിറ്റലിലെ സ്റ്റാഫാ. അവരുടെ ബോസ് എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത്, എല്ലാ ചെക്കപ്പും നടത്തി, എല്ലാ മാസവും ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത അവരുടെ ഒരു പേഷ്യന്റ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് ആ കുഞ്ഞിന് 5 പൗണ്ടേ ഉണ്ടായിരുന്നുള്ളെന്ന് പറഞ്ഞു. സ്തോത്രം. എല്ലാ കാര്യവും മാനുഷ്യ രീതി ചെയ്തിട്ട് ആ കുഞ്ഞ് 5 പൗണ്ടേ ഉള്ളൂ. ഇത് ഒന്നും ചെയ്യാതെ ഉപവാസവും പ്രാർത്ഥനയും മാത്രം, ഹല്ലേലൂയ, കർത്താവിന്റെ ശുശ്രൂഷ ചെയ്ത ആ എൻ്റെ അച്ഛയ്ക്ക് വേണ്ടി കർത്താവ് 8 പൗണ്ടുള്ള കുഞ്ഞിനെ കൊടുത്തെങ്കിൽ ഈ ദൈവം എത്ര നല്ലവൻ. ഇത് മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കുവാൻ, ദൈവപ്രവൃത്തി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അത് മുഖാന്തരമായി തീർന്നു. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി, എല്ലാ ഉപകാരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ ഈ സാക്ഷ്യം പൊതിഞ്ഞു കെട്ടി വെക്കരുതെന്ന് ദൈവം എന്നോട് ഇടപെട്ടു. അതിനൊരു കാര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പല പിന്നെ ചാനലുകളിലൊക്കെ പിന്നെ യൂട്യൂബ് പല ചാനലിലും ടെസ്റ്റ് മണിക്ക് എനിക്ക് അവസരം തരുമ്പോൾ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം, രക്ഷയുടെ അനുഭവത്തിൽ വന്നതും രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും അഭിഷേകം പ്രാപിച്ചതും ദൈവനാമത്തിൽ അനുഭവിച്ച കഷ്ടത, കർത്താവ് വിടുവിച്ച വിടുതലുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഡാളസ് പ്രേലൈനി മാത്രം കർത്താവിന്റെ ദാസൻ ജോസഫ് മാത്യു പാസ്റ്റർ കേരളത്തിൽ ഈ പ്രേലൈൻ തുടങ്ങുന്നതിന് മുൻപാണെന്ന് എനിക്ക് തോന്നുന്നു, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ ആദ്യം അച്ഛയുടെ മൂത്ത കൊച്ചുണ്ടായപ്പോഴാണല്ലോ ഞാൻ അമേരിക്കയിൽ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് നാട്ടിൽ പോയപ്പോൾ കർത്താവിന്റെ ദാസൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൊന്നമ്മ സിസ്റ്ററെ, സാക്ഷ്യം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച്
പിന്നെ സാക്ഷ്യം പറയണം. അപ്പൊ അത് ആരംഭം മുതലുള്ളത് ഇങ്ങനെ ക്രമമായിട്ട് പറയണമെന്ന് പറഞ്ഞു. സ്തോത്രം. അതുകൊണ്ട് അന്ന് മുതൽ കൃപയാൽ എല്ലാ ആഴ്ചയിലും ആ ദിവസങ്ങളിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം വെച്ച് ഇങ്ങനെ ടെസ്റ്റ് മണി പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് എനിക്ക് രക്ഷിക്കപ്പെട്ടതും സ്നാനപ്പെട്ടതും മാത്രമല്ല, കർത്താവ് തന്ന അത്ഭുതകരമായ സൗഖ്യം, വിടുതല്, ആക്സിഡന്റിൽ നിന്ന് വിടിവിച്ചത്, രോഗസൗഖ്യം എല്ലാം പറയുവാൻ കർത്താവ് എന്നെ കൃപയാൽ സഹായിച്ചു. അത് പിന്നെ നമ്മുടെ ഡാളസ് പ്രയർ ലൈനിൽ പിന്നെ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ പ്രയർ ലൈനിൽ മാത്രമേ ഞാൻ എൻ്റെ ടെസ്റ്റ് മണി ശരിയാവണ്ണം പറഞ്ഞിട്ടുള്ളൂ. എങ്കിലും അത് കഴിഞ്ഞ് പിന്നെ കുറെ അനുഭവങ്ങൾ ദൈവം തന്നെങ്കിലും ദൈവത്തിന് സ്തോത്രം. അന്നേരം ഓർമ്മ വന്ന കാര്യങ്ങളെല്ലാം അന്നേരം പറയുവാനിടയായി. അതുകൊണ്ട് അതെന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമാണ്. കാരണം ഇപ്പൊ ഞാൻ പലരും ടെസ്റ്റ് മണി ചോദിക്കുമ്പോൾ ഞാൻ ഈ ഡാളസ് പ്രയർ ലൈനിലെ ടെസ്റ്റ് മണി അയച്ചു കൊടുക്കുന്നത് എന്നാന്ന് വെച്ചാൽ അതാകുമ്പം കൂടുതൽ കാര്യങ്ങളുണ്ട്. അല്ലാത്തടത്തൊക്കെ രക്ഷയുടെ സ്നാനത്തിന്റെ മാത്രമാണ്. അപ്പൊ ഞാൻ വിചാരിച്ച വേറൊന്നുമില്ല, ആരെനിക്ക് ടെസ്റ്റ് മണിക്ക് അവസരം തന്നാലും ഞാൻ ഇത് കൂടുതൽ പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ ആത്മീയ വിടുതലല്ലേ ഏറ്റവും വലിയ വിടുതല്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ പോകുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഞാൻ അത് മാത്രമാണ് കൂടുതൽ ഊന്നി പറയാറുള്ളത്. അല്ലാതെ ശാരീരിക സൗഖ്യത്തെക്കുറിച്ച് അങ്ങനെ പറയാറില്ലായിരുന്നു. പക്ഷെ അത് എൻ്റെ ഭാഗത്ത് വന്ന ഒരു വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി ദൈവം. അതിന്റെ കാര്യം എന്നാണെന്ന് ചോദിച്ചാൽ എന്റെ തെറ്റ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആ സാക്ഷ്യം പറയുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഡാളസ് പ്രയർ ലൈനിൽ ആ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാ ഞാനത് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ അച്ഛ ഉണ്ടായിക്കഴിഞ്ഞ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞ് മരിച്ചുപോയി. അത് ഞാൻ പിന്നെ ആസാദിയിലൊക്കെ ഞാൻ എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞപ്പോൾ ആ കുഞ്ഞ് മരിച്ച സാക്ഷിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. രക്ഷയുടെ കാര്യം പിന്നെ ഈ ആസാദിയിൽ ഈ ഒരു സാക്ഷിയെ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും പറയാനുള്ള സമയം കിട്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ കുഞ്ഞുണ്ടായി, അത് മരിച്ചുപോയി. എന്നാൽ അത് കഴിഞ്ഞ് എനിക്ക് ദൈവം തന്നതാണ് എൻ്റെ ഫേബായ, അഥവാ ഇപ്പോൾ ഉള്ള രണ്ടാമത്തെ കുഞ്ഞ്. അവിടെയാണ് വിവാഹം കഴിഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ആ മോളോടുള്ള ബന്ധത്തിൽ എനിക്ക് അവളെ ഞാൻ 2 മാസം പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ എനിക്ക് അപ്പൻഡിസൈറ്റിസ് വന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തോട് ഞാൻ മല്ലടിച്ചു. ദൈവം എന്നെ അത്ഭുതകരമായി വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. 3 പകലും 2 രാത്രിയും രാവേദ പകലെന്നറിയാതെ ഞാൻ തലകുത്തി മറിഞ്ഞ് വേദനപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. പപ്പായുടെ ജ്യേഷ്ഠൻ വന്നേച്ച് പറഞ്ഞു, നിന്റെ വിശ്വാസം പ്രാർത്ഥനയൊക്കെ നല്ലതാ, പക്ഷെ ഇതിന് നീ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ 3 പകലും 2 രാത്രി ഉറങ്ങാതെ തലകുത്തി മറിയ വേദന കൊണ്ട് സഹിക്കാൻ കർത്താവേ കൃപ തരണമേ, സഹിക്കുവാൻ കൃപ തരണേ, കൃപ തരണേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ തലകുത്തി മറിയുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ഈ പപ്പായുടെ ജ്യേഷ്ഠൻ ഇങ്ങനെ പറഞ്ഞു, നീ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുകയും ഞാൻ പെട്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടിവിപ്പാൻ കഴിയും, ഇനി വിടിവിച്ചില്ലെങ്കിലും എന്ന് പറയുകയും ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരം എന്നെ തൊട്ടു, കർത്താവ് എന്നെ സൗഖ്യമാക്കി. പ്രൈസ് ദ ലോർഡ്. ആ വേദന മറന്നു പോകത്തക്ക വിധത്തിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കരം എന്നെ തൊട്ടു, അത്ഭുതകരം എന്നെ വിടിവിച്ചു. സ്തോത്രം. ആ മയക്കത്തിൽ, കാരണം 3 പകലും 2 രാത്രി ഉറങ്ങാഞ്ഞതുകൊണ്ട് ആ മയക്കത്തിൽ, ആശ്വാസം കിട്ടിയ മയക്കത്തിൽ ദൈവശബ്ദം ഞാൻ കേൾക്കുക, നീ തീയിൽ കൂടി നടന്നാ വെന്തുപോകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കത്തില്ലെന്ന് ദൈവം എന്നോട് സംസാരിച്ചു. ഈ തീ അനേകരെ ദഹിപ്പിച്ചിട്ടുണ്ട്, ഈ രോഗം വന്ന് അനേകര് മരിച്ചിട്ടുണ്ട്, എന്നാൽ ഈ രോഗത്തിന് എന്നെ കൊല്ലാൻ സാധ്യമല്ലെന്ന് ദൈവം എന്നോട് സംസാരിച്ചത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിറ്റേ ദിവസം അപ്പം സൗഖ്യമായെന്ന് മാത്രമേ എനിക്കറിയാവുള്ളൂ. എൻ്റെ ആന്തരിക അവയവത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് മാറ്റം വന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മെഡിക്കൽ ലൈൻ അറിയത്തുമില്ല. എന്നാൽ ദൈവം പിറ്റേ ദിവസം എൻ്റെ മാതൃസഭയിലെ ഒരപ്പച്ചനും അമ്മച്ചിയും സഹോദരിമാരോട് എന്നെ കാണുവാൻ വന്നു. അവർക്ക് അറിയത്തില്ല എനിക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്ന്. ഞാൻ ബലഹീന ശരീരത്തിലാണെന്നറിയാം, എന്തോ വയ്യാഴിയാണെന്നും അറിയാം, അല്ലാതെ രോഗം എന്നാന്നൊന്നും അവർക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ അപ്പച്ചൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അദ്ദേഹത്തെ ഒരു വെളിപ്പാട് കാണിച്ചു. എൻ്റെ വയറ്റിൽ മുഴുത്ത നാരങ്ങയുടെ വലിപ്പത്തിൽ ഒരു സാധനം പഴുത്തു വന്നു. ബലൂണിന്റെ കാറ്റഴിച്ചു വിടുന്നത് പോലെ ദൈവത്തിന്റെ കരം അതിനെ തൊട്ടപ്പോൾ അത് ചൊങ്ങി കൊടലിന്റെ അറ്റത്തോട് ചേരുന്നതായിട്ട് ദൈവം അദ്ദേഹത്തെ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പം ഇത് പൊട്ടിയാൽ ഞാൻ മരിച്ചു പോകും. എന്നാൽ പൊട്ടാതെ ദൈവത്തിന്റെ കരം, ഞാൻ സേവിക്കുന്ന ദൈവത്തിന് എന്നെ വിടിവിപ്പാൻ കഴിയും, ഇനി വിടിവിച്ചില്ലെങ്കിലും, ആശുപത്രി പോകത്തില്ലെന്നാ പറയണ്ടേ, പക്ഷെ വിടിവിച്ചില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ കരം എന്നെ തൊട്ടു. തൊട്ടപ്പോൾ ഈ മുഴുത്ത നാരങ്ങാട് വലുപ്പത്തുള്ള ഈ സാധനം, പഴുത്തു വന്ന സാധനം ചൊങ്ങി കൊടലിന്റെ അറ്റത്തോട് ചേർന്നു. കർത്താവിനെ സൗഖ്യമാക്കി. അതൊരു അത്ഭുത വിടുതല. ഇന്നും ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ
ഇന്നലെ മിനിഞ്ഞാന്ന് ഞങ്ങളുടെ സഭയില് ഇപ്പൊ ഞങ്ങൾ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്റെ ദാസൻ ശുശ്രൂഷിക്കുന്ന സഭയില് ദൈവത്തിന് സ്തോത്രം ഒരു കുഞ്ഞ് അപ്പൻഡിസൈറ്റിസ് വന്നു, വല്ലാത്തൊരവസ്ഥയിലായി. ഹോസ്പിറ്റലിൽ പോയി ഓപ്പറേഷൻ ചെയ്തെങ്കിലും ദൈവത്തിന് സ്തോത്രം, ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുൻപേ അത് ലീക്കായതുകൊണ്ട് അത് കരളയിലെല്ലാം പഴുപ്പൊക്കെ പിടിച്ച് വല്ലാത്തൊരു അത്യാസന്ന നിലയിലായിപ്പോയി. ആ കൊച്ചിന് തൈറോയിഡ് ഇല്ല. അതുകൊണ്ട് പിന്നെ വെന്റിലേറ്ററിലിട്ടാണ് അതിനെ ഓപ്പറേഷൻ ചെയ്തത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ തൈറോയിഡ് ഇല്ലാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവര് വെന്റിലേറ്ററിലിട്ടാണ് ആ കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ആ കുഞ്ഞ് ഇപ്പോൾ കർത്താവിന്റെ കൃപയെ വിടുതൽ പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ വിഷയത്തിന് വേണ്ടി കൃപയാൽ ഞാൻ ഇന്നലെ ഉപവാസത്തിലായിരുന്നു. കാരണം നമ്മുടെ ചർച്ചിലെ കുഞ്ഞിന്റെ വിഷയം അറിഞ്ഞപ്പോൾ അതിനുവേണ്ടി ഒരു നേരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആ ഒരു നേരത്തെ ഫുഡ് മാറ്റിവെച്ച് ദൈവസന്നിധി ഇന്ന് ഉച്ചയ്ക്കാണ് ഞാൻ ഫുഡ് കഴിച്ചത്. ദൈവത്തിന് സ്തോത്രം. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ജാതി നീങ്ങി പോകത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാക്ഷ്യം പറയണം. എന്റെ ഈ സാക്ഷ്യം ഞാൻ ഡാളസ് പ്ലെയിനകത്ത് പറഞ്ഞ സാക്ഷ്യം ഞാൻ അവർക്ക് അയച്ചു കൊടുക്കുവാനിടയായി. അത് വായിച്ച് അത് കേട്ടവർ ധൈര്യപ്പെടട്ടെ എന്ന് വിചാരിച്ച് ദൈവത്തിന് സ്തോത്രം. അവിടെ ഡാളസ് ലൈനിൽ ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ക്രമീകരിച്ച് തന്നത് എന്റെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം അതുകൂടെ മഹത്വപ്പെടുവാനിടയായി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവരെ സൗഖ്യമാക്കി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആ കുഞ്ഞിനെ വാർഡിലേക്ക് കൊണ്ടുവന്നു എന്ന് കേൾക്കുവാനിടയായി. ഈ ദൈവം എത്ര വലിയ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. മരണത്തിന് നീക്കുപോക്ക് കർത്താവായ യഹോവയ്ക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. അന്നും ഇന്നും എന്നും അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം ഇന്നും ജീവിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കർത്താവിനെ അപ്പൻഡിസൈറ്റിസ് വിടിവിച്ചു കഴിഞ്ഞ് പിന്നെ ഞാൻ ട്രാക്റ്റും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ദേശത്ത് കടന്നു പോകാനും ആ മലകളും കുന്നുകളും ഒക്കെ കയറി ട്രാക്റ്റുകൾ കൊടുക്കുവാനിടയായി. അവിടെ ഹിന്ദുക്കളും കത്തോലിക്കരും മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് മറ്റക്കര. ആ സ്ഥലത്ത് ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ അപ്പൻഡിസൈറ്റിസ് വന്നത്. അതിനുശേഷം 7-ാം മാസത്തിൽ കയറിയപ്പോൾ എനിക്ക് ടൈഫോയിഡ് വരുവാനിടയായി. മരണത്തോട് മല്ലടിച്ചു. 2 ദിവസം വയറ്റിൽ അനക്കമില്ലാതെ ഈ കുഞ്ഞ് കിടക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ടൈഫോയിഡിന്റെ കൂടുതലും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവിന്റെ ദാസനോട് ഞാൻ പറഞ്ഞു, അനക്കം അല്പം കുറവാണ്. അതുകൊണ്ട് ഈ കുഞ്ഞാണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇതിനെ കേടുകൂടാതെ ദൈവം തന്നാൽ ഇതിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാമെന്ന് സമർപ്പിച്ചാലേ കുഞ്ഞിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കൃപയാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസനും അടിയിലും ചേർന്ന് പ്രാർത്ഥിച്ചു, തീരുമാനമെടുത്തു. കർത്താവ് അത്ഭുതകരമായി വിടുതൽ തന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസൻ പ്രാർത്ഥിച്ചു അങ്ങോട്ട് മാറി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്റെ വയറ്റിൽ ഒരു ചെറിയ അനക്കം ഉണ്ടാകുവാനിടയായി. അങ്ങനെ കർത്താവ് എന്റെ കുഞ്ഞിനെ ജീവിപ്പിച്ചു. മരിച്ചതിനെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്ന ദൈവം എന്റെ കുഞ്ഞിനെ വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനക്കം തന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ടൈഫോയിഡ് മാറിയില്ല. എന്നാൽ അതിനിടയ്ക്ക് മരണദൂതം വന്ന് എന്നെ പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. പിറ്റേ ആഴ്ചയില് പിന്നെ അനക്കമൊക്കെ വന്നതിന്റെ പിറ്റേ ആഴ്ചയില് ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഞാൻ മാത്രമുള്ള മുറി കിടപ്പുന്നുള്ളൂ. അമ്മച്ചിയെ മാത്രമേ അടുക്കളയിലുള്ളൂ. പപ്പ അവിടെ ഇല്ല. അച്ഛമ്മോട് സ്കൂളിലും പോയി. ദൈവത്തിന് സ്തോത്രം. ആരുമില്ല. എന്റെ അടുക്കൽ ആരുമില്ല. ഞാൻ സമയത്ത് പെട്ടെന്ന് മരണദൂതൻ എന്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ പുതിയ വർഷം ഞാൻ നിന്നെ കാണിക്കലെന്ന് പറയുകയും എന്റെ കണ്ണ് മറിഞ്ഞുപോയി, നാവ് ഇറങ്ങിപ്പോയി. ദൈവത്തിന് സ്തോത്രം. ഒരൊച്ച പോലും കേൾപ്പിച്ച് ആരെയും വിളിക്കാൻ പറ്റാത്ത സാഹചര്യം. ആ സമയത്ത് പെട്ടെന്ന് പുതിയ വർഷം കാണിക്കുകയില്ലെന്ന് പിശാച് പറഞ്ഞപ്പോൾ, അഥവാ മരണദൂതം വെല്ലുവിളിച്ചപ്പോൾ ദൈവാത്മാവിൽ എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, മരണത്തെയും പാതാളത്തെയും ജയിച്ച നസറേയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ മരണത്തിന്റെ മേൽ ജയമെടുക്കുന്നു, നീ പോ സാത്താനെ എന്ന് പറയുകയും സ്തോത്രം. മരണദൂതൻ എന്നെ വിട്ടുപോയി. ഹല്ലേലൂയ. എന്റെ കരത്തിൽ നിന്ന് അവന്റെ കൈ മാറ്റി. അപ്പോൾ എന്റെ കണ്ണ് നേരെ വന്നു, നാവും നേരെ വന്നു, നോർമലായി. സ്തോത്രം. എന്നാൽ ടൈഫോയിഡ് മാറിയില്ല, മരണം മാറി. കൂരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. മരണ താഴ്വരയിൽ ഇറങ്ങിയാലും നമ്മൾ അനർത്ഥം ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തെന്നറിയാമോ? അവൻ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. ഏത് വലിയ പ്രതികൂലം വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, പോരാട്ടങ്ങൾ വന്നാലും, വെല്ലുവിളികൾ വന്നാലും, മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ച ജയാളിയായ കർത്താവ് നമ്മളോട് കൂടെ ഉള്ളിടത്തോളൂ നാം മരണത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. മരണഭീതി മാറിയവരാ ദൈവമക്കൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവൻ കർത്താവായ യേശുവാ. അതുകൊണ്ട് ആ യേശു ക്രിസ്തു ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ മരണത്തിന്റെ സ്റ്റേജിൽ നിന്നും ദൈവം എന്നെ വിടുവിപ്പാനിടയായി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഡിസംബർ 31 എന്ന് പറയുന്ന പിശാച് പറഞ്ഞൊരു ഡേറ്റാ. ദൈവത്തിന് സ്തോത്രം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയുക. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ദിവസങ്ങളിൽ തന്നെ ദൈവത്തിന് സ്തോത്രം എനിക്ക്
കർത്താവിന്റെ കൃപയാൽ ഡിസംബർ 31 എന്ന് പറഞ്ഞ ആ ദിവസം ആണ്ടൃതി യോഗത്തോടുള്ള ബന്ധത്തിൽ വീട്ടിൽ ഭക്ഷണ കാര്യങ്ങളൊക്കെ ഫെയ്ത്തോമി ക്രമീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ വന്ന അവിടെ വന്ന ഒരമ്മച്ചി ഒരു മോളും കൂടെ എന്റെ അടുക്കിലേക്ക് വന്നേച്ച് പറഞ്ഞു, ആന്റി ഞങ്ങളൊരു വാക്ക് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു വരി പാട്ട് പാടി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. സ്തോത്രം. ഉടനെ അവര് പാടി, നിന്റെ പാദപീഠമെന്റെ വൈദ്യശാലയാ, അതിൽ ഉണ്ടനേകം ഔഷധങ്ങൾ രോഗശാന്തിക്കായി. ആ പാട്ട് അവര് പാടി. ആ രണ്ടുപേരി പാട്ട് എന്റെ ഹൃദയത്തോട് ഇടപെട്ടുകൊണ്ടിരുന്ന വരികളായിരുന്നു. രോഗക്കിടക്കയില് ആരെങ്കിലും എന്റെ അടുക്കലിരുന്ന് ആ പാട്ടൊന്ന് പാടിയിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചു കിടക്കുമ്പോഴാ ഈ അമ്മയും മോളും കൂടെ വന്ന് ഈ പാട്ട് പാടിയത്. ഈ രണ്ടുപേരും പാട്ട് പാടിയിട്ട് അവർ പ്രാർത്ഥിച്ചു. അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ബൈബിൾ പറയുന്നത് പോലെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കാൻ ശ്രമിപ്പിക്കുന്ന വചനത്തിൽ വായിക്കുന്നത് പോലെ പാട്ടിന്റെ വരികൾ പാടിയപ്പോൾ തന്നെ അവിടെ ആത്മാവിന്റെ ഐക്യത വെളിപ്പെട്ടു. രണ്ടുപേർ, ബൈബിൾ പറയുന്ന ഈ ഭൂമി രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒരിക്കലും മാറ്റമില്ല. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ ഐക്യത അവിടെ വെളിപ്പെട്ടു. അവര് മലയാളത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് എനിക്ക് നിയോഗം തന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ പോരാടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു ഈ ടൈഫോയിഡിനെ ശാസിക്കുവാൻ. ഞാൻ ആത്മനിയോഗത്തോടെ ടൈഫോയിഡ് എന്ന ഈ രോഗബന്ധനത്തെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറയേ. ദൈവത്തിന് സ്തോത്രം. എന്റെ തലയുടെ ഉച്ചിയിൽ നിന്ന് ഒരു ബോൾ പോലൊരു സാധനം ഇങ്ങനെ ഉരുണ്ട് കാലുവഴി നിലത്ത് പോകുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. സ്തോത്രം. കാരണം എനിക്ക് രോഗമല്ലായിരുന്നു, രോഗബന്ധനമായിരുന്നു. കാരണം ഈ കർത്താവിന്റെ വേല അഥവാ ഈ ട്രാക്ട് കൊടുക്കുന്നതും കത്തോലിക്കർക്കും ഹിന്ദുക്കൾക്കും ഒന്നും ഇഷ്ടമില്ല. അപ്പൻഡിസൈറ്റിസ് വന്നപ്പോഴും അവരെന്നോട് ചോദിച്ചു, ഇതന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ അസുഖം വരുന്നതെന്ന്. ടൈഫോയിഡ് വന്നപ്പോഴും ഈ കത്തോലിക്കർ എന്നോട് ചോദിച്ചു, ഇതിനെ ഈ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ കൂടെ ഇതുപോലത്തെ അസുഖങ്ങൾ വരുന്നതെന്ന് ചോദിച്ചു. കാരണം അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് കിടക്കുന്നത് കാണാൻ അവർ ആഗ്രഹിച്ചവരാ. എന്നാൽ അവരുടെ മുമ്പിൽ കർത്താവ് എന്നെ ജയത്തോടെ നടത്തി. ഒരസുഖം വരും, കർത്താവ് സൗഖ്യമാക്കും, പിന്നെയും കർത്താവിന്റെ വേലയ്ക്ക് പോകും. പിന്നെ അസുഖം വരും, പ്രാർത്ഥിക്കും, കർത്താവ് സൗഖ്യമാക്കും, പിന്നെയും കർത്താവിന്റെ വേലയ്ക്ക് പോകും. അങ്ങനെ പൊക്കോണ്ടിരുന്നു. അപ്പൊ ദേശത്തെ വേലയ്ക്കെതിരെ ഉള്ള ശത്രുവിന്റെ വെല്ലുവിളിയായിരുന്നു എന്റെ ജീവനോട് പോരാടിയത്. എന്നെ ലോകത്ത് നിന്ന് മാറ്റപ്പെടുത്തുവാൻ പൈശാചികമായവർ ബന്ധിച്ചു. എന്നാൽ എന്റെ കർത്താവിന്റെ വചനം പറയുന്നു, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുക, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഏത് പിശാചി, ഏതെല്ലാം പോരാട്ടങ്ങൾ, ഏതെല്ലാം വെല്ലുവിളികൾ തന്റെ മക്കൾക്കെതിരെ വന്നാലും ദൈവവചനം പറയുന്നു, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധങ്ങളും ഫലിക്കയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ജീവനോട് പോരാടിയതാ. എന്നാൽ ആ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച ദൈവം, കൂരി താഴ്വരി കൂടെ നടന്നാലും അനർത്ഥം വരാതെ സൂക്ഷിച്ച ദൈവത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തിയെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ടൈഫോയിഡ് എന്ന രോഗബന്ധനമായിരുന്നു. ആ രോഗബന്ധനത്തെ ശാസിച്ചപ്പോൾ ബന്ധനം അഴിഞ്ഞു. ഞാൻ സ്വതന്ത്രയായി. ടൈഫോയിഡ് എന്ന രോഗബന്ധനത്തിൽ നിന്ന് എന്റെ ദൈവം എന്നെ വിടുവിച്ചു. അങ്ങനെ ഡിസംബർ 31 പൂർണ്ണ സൗഖ്യം, ആരോഗ്യം, ബലം, ദൈവം വിടുതൽ എനിക്ക് തന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ മേശ ഉണ്ടായിരുന്നു. ആ മേശ അനുഭവിച്ചപ്പോൾ എനിക്ക് പുതിയൊരു ആരോഗ്യവും ബലവും സൗഖ്യവും ദൈവം തന്നു. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, ഇനിയുള്ള കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇപ്പം ആ മോൾക്ക് 29 വയസ്സായി. ഈ രണ്ടാമത്തെ മോൾക്ക് അവിടെ കല്യാണം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആ മോള് 29 വയസ്സുണ്ട് ഇപ്പൊ ഒക്കെ. എന്നാൽ എനിക്ക് ഈ കർത്താവ് ടൈഫോയിഡിൽ നിന്ന് തന്നെ സൗഖ്യമാക്കിയെങ്കിലും ദൈവത്തിന് സ്തോത്രം, എല്ലാ വർഷവും ഈ ഡിസംബർ മാസമാകുമ്പോൾ എനിക്ക് പനി വരുമായിരുന്നു. അങ്ങനെ പനി വന്ന് 2014 വരെ ഡിസംബർ മാസത്തിൽ എനിക്ക് പനി വരുമായിരുന്നു. അപ്പൊ ആണ്ടിൽ ഈ ഒരു പനിയേ വരുവുള്ളൂ. അപ്പൊ ഞാൻ പറയും, ടൈഫോയിഡ് വന്ന സമയം. ഇതിങ്ങനെ പറയുമായിരുന്നു. ദൈവമക്കളെ, കൃപയാൽ 2014 പനി വന്നു. പനിയോട് ബന്ധപ്പെട്ട് എനിക്ക് തൊണ്ടവേദനയുണ്ടായി. ഉമ്മനീരിറക്കാൻ പറ്റത്തില്ല. ഉമ്മനീരിറക്കുമ്പോൾ ഭയങ്കര വേദന. അപ്പൊ ഞാന് പറഞ്ഞു, എനിക്ക് ഉമ്മനീരിറക്കാൻ മേല, തൊണ്ടയ്ക്ക് ഭയങ്കര വേദനയാണ്. ഉടനെ എന്റെ അച്ഛാമോൾ അന്ന് ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുക. മോൾ അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവള് പറഞ്ഞു, മമ്മി മരുന്നൊന്നുമല്ല, ഉപ്പും വെള്ളവും കൂടെ ചൂടാക്കി കാവക്കൊള്ളുവാണെങ്കിൽ അതങ്ങ് മാറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പെട്ടെന്ന് വിചാരിച്ചു, ഉപ്പും വെള്ളമൊക്കെ നമ്മൾ എന്നും ഉപയോഗിക്കുന്നവരല്ലേ, അത് രണ്ടും ഒന്ന് ചൂടാക്കിയൊന്നും മരുന്നല്ലായിരിക്കും എന്ന് ഞാനും കരുതി. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, എന്നാ തരാൻ പറഞ്ഞു. അവള് തന്നു. അത് ഞാനൊന്ന് കവക്കൊണ്ടു. അതൊരു കാരണമായി. ദൈവത്തിന് സ്തോത്രം. ചെറിയ വേദന വലിയ വേദനയായിട്ട് അങ്ങ് മാറി.
നേരത്തെ എനിക്ക് ഉമ്മുനീരിറക്കാൻ മേലെന്ന് മാത്രമല്ലായിരുന്നു, സംസാരിക്കാമായിരുന്നു. എന്നാൽ ഉപ്പുവെള്ളം കഫക്കൊണ്ടതോടുകൂടി സംസാരിക്കാനും മേല, ഉമ്മുനീര് ഇറക്കാൻ മേല, അതിഭയങ്കര വേദന, സഹിക്കാൻ വയ്യാത്ത വേദനയാ, ഞാൻ കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചു പോയി. ഞാൻ ഉടനെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ ഉപ്പുവെള്ളം കഫക്കൊണ്ടത് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കർത്താവ് എന്നോട് ക്ഷമിക്കണം, ഇനി മേലാൽ ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. കർത്താവേ അങ്ങനെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. ദൈവാത്മാവിനോട് പറഞ്ഞു, യെശയ്യാവ് 53:4 പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ യേശു വഹിച്ചു, നമ്മുടെ വേദനകളെ യേശു ചുമന്നു, യേശുവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ വചനം 3 പ്രാവശ്യം പറഞ്ഞു. എന്റെ തൊണ്ട കൈവച്ച് 3 പ്രാവശ്യം ആ തിരുവചനം പറയുകയും കർത്താവ് എന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുകയും ചെയ്തു. ആ വേദന വന്ന ഓർമ്മ പോലും ഇല്ലാത്ത രീതി ദൈവം എന്നെ സൗഖ്യമാക്കി. അങ്ങനെ ഞാൻ സൗഖ്യമായപ്പോ പറഞ്ഞു, മോളെ കർത്താവ് എന്നെ സൗഖ്യമാക്കി. പിന്നെ അവള് പറഞ്ഞു, സൗഖ്യമായാലും അമ്മ ഇപ്പൊ എഴുന്നേറ്റ് വരണ്ട, മമ്മി ഇച്ചിരി നേരം കൂടെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം. അങ്ങനെ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുമ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വചനമാണ് എന്നെ സൗഖ്യമാക്കിയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ വചനം ആസ്പദമാക്കി ഒരു പാട്ട് എഴുതാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ എനിക്ക് പാട്ട് എഴുതാൻ അറിവില്ല, കഴിവില്ല. ദൈവം തന്നെ എനിക്ക് വചനം പാട്ടിന്റെ രൂപത്തിൽ ട്യൂൺ ചെയ്ത് തന്നു. ദൈവം തന്നെ പാടിത്തന്നു. ഞാൻ പാടിയപ്പോൾ അന്ന് എൻ്റെ ഇളയ മോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുക. അവളോട് ഞാൻ പറഞ്ഞു, മോളെ യേശു അപ്പച്ചൻ എനിക്കൊരു പാട്ട് തരുന്നു, ഞാനത് പാടാം, മോൻ എഴുതിക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഞാൻ കർത്താവ് തന്ന കൃപയ്ക്കനുസരിച്ച് കർത്താവ് തന്നു കൃപയാൽ പാടുവാനിടയായി. അവൾ ആ പാട്ട് എഴുതുവാനിടയായി. യേശുവിന്റെ ജനനം അത്ഭുതമേ, യേശുവിന്റെ ജീവിതം അത്ഭുതമേ, യേശുവിന്റെ മരണം അത്ഭുതമേ, യേശുവിന്റെ ഉയർപ്പ് അത്ഭുതമേ. ആ പാട്ട് ദൈവത്തിന്റെ കൃപയായി എഴുതുവാനിടയായി. സാക്ഷാരോഗങ്ങൾ യേശു വഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, സാക്ഷാരോഗങ്ങൾ യേശു വഹിച്ചതിനാൽ, വേദനകൾ യേശു ചുമന്നതിനാൽ, യേശുവിൻ അടിപ്പിണരാൽ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. യേശുവിൻ അടിപ്പിണരാൽ സൗഖ്യം തന്നു ജയത്തോടെ നടത്തിയിടുന്നു. ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ ജയം, ഹല്ലേലൂയാ. അങ്ങനെ ആദ്യം 4 വരി എഴുതി, പിന്നെ 4 വരി എഴുതി, വലിയൊരു പാട്ടായി പരിശുദ്ധാത്മാവ് അതെനിക്ക് തന്നു. അങ്ങനെ കൃപയാൽ ആ പാട്ട് എഴുതി കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞാണ് ആ പാട്ട് അവസാനിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അന്ന് ആദ്യമായിട്ട് 2014 ഈ പാട്ട് ദൈവം പറഞ്ഞിട്ട് എഴുതി. ദൈവം ചെയ്ത അത്ഭുതം കേൾക്കണമോ? ആ പാട്ട് എഴുതിയതിനു ശേഷം ഈ 2024 വരെയും ഒരു പനി പോലും വരാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. ദൈവം എന്നെ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, ബലത്തോടെ നടത്തി. എന്നാൽ ദൈവമക്കളെ, ഞാൻ ഈ സാക്ഷ്യം പറയുവാൻ കാരണം അതാ. ഈ 10 വർഷം പനി വരാതെ ദൈവം എന്നെ സൂക്ഷിച്ചു. ഈ കൊറോണ കാലം വന്നിട്ട് പോലും, കൊറോണ അനേകരെ വിഴുങ്ങിയിട്ടും, ഹല്ലേലൂയ, എന്നാൽ ഒരു പനി പോലും വരാതെ ദൈവം എന്നെ അത്ഭുതകരമായി 10 വർഷം സൂക്ഷിച്ചു. എന്നാൽ ഇപ്പൊ ഈ സാക്ഷ്യം ഞാൻ അങ്ങനെ പറയാറില്ല. അങ്ങനെ ഇരിക്കെ ഡിസംബറിൽ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് കർത്താവിന്റെ ദാസന് ഏരിയയുടെ ഒരു ചുമതല കർത്താവ് കൊടുക്കുവാനിടയായി. അതിനോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഒരു കൺവെൻഷൻ വെച്ചു. ആ കൺവെൻഷനോടുള്ള ബന്ധത്തിൽ സഭായോഗം കഴിഞ്ഞപ്പോൾ, ദൈവത്തിന് സ്തോത്ര, കൺവെൻഷന്റെ അവസാന ദിവസം സഭായോഗം കഴിഞ്ഞ് ഞാൻ എഴുതിയ ഈ പാട്ട് സഭയിലുള്ള കുഞ്ഞുങ്ങൾ ചേർന്ന് പാടുവാനിടയായി. സ്തോത്രം. ആ പാട്ട് ദൈവനാമ മഹത്വത്തിനായിട്ട് ഇപ്പം യൂട്യൂബിലാണെങ്കിലും അല്ല
ഇപ്പൊ ആർക്കാണെങ്കിലും അയച്ചു കൊടുക്കത്തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ഈ ഫോണിൽ ചെയ്തു തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഗുണം ഞാൻ പറയാം. എന്നാല് ഈ പാട്ട് എഴുതി ഈ 10 വർഷം ദൈവം സൂക്ഷിച്ചു എന്നുള്ളത് സത്യമാണ്. എന്നാൽ നമ്മൾ പലപ്പോഴും ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകുന്നവരാ. ദൈവവചനം പറയുന്നു, സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും നാം സാത്താനെ ജയിച്ചിരിക്കുന്നു. ജയിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന സാക്ഷ്യം. യേശുവിന്റെ രക്തം പറഞ്ഞാൽ നമുക്ക് ജയമാണ്. ദൈവം തരുന്ന അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായി നാം പറയുമ്പോൾ അത് ജയമാണ്. പ്രൈസ് ദി ലോർഡ്. സാത്താൻ തോക്കുന്നു, യേശു ജയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ സാക്ഷ്യം നാം പൊതിഞ്ഞു കെട്ടി വെക്കരുതെന്ന് ദൈവം എന്നെ പഠിപ്പിച്ച ദിവസങ്ങളായിരുന്നു ഈ ജനുവരി മാസം. ഡിസംബർ മാസം ക്രിസ്തുമസിന്റെ അന്ന് ബുധനാഴ്ച രാത്രിയിലാണ് ഞാൻ നാട്ടിൽ നിന്ന് അമേരിക്കയിലേക്ക് വരുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഇവിടുത്തെ വെള്ളിയാഴ്ച വെളുപ്പിനെ, അമേരിക്കയിൽ വെള്ളിയാഴ്ച വെളുപ്പിനെ വന്നു ചേരുവാനിടയായി. വെള്ളിയാഴ്ച തന്നെ ഞാൻ ചർച്ചിലെ മീറ്റിങ്ങിന്, ലേക്ക്ലാൻഡ് IPCയിലാണ് അച്ഛയൊക്കെ കൂടുന്നത്, ആ ചർച്ചിൽ പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ എല്ലാ മീറ്റിങ്ങുകളും കൃപയാൽ അറ്റൻഡ് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. വളരെ അനുഗ്രഹമായിരുന്നു. എന്നാൽ ദൈവമക്കളെ, കഷ്ടത വന്നത് എനിക്കേറെ ഗുണമായി. നിന്റെ ചട്ടങ്ങൾ പഴിപ്പാൻ ഇടയായി ദാവീദ് പറയുന്നത് പോലെ ഈ ജനുവരി മാസം എന്റെ ജീവിതത്തിൽ വലിയ കഷ്ടതയിൽ കൂടെ കടത്തി വിടും ദൈവം. കാരണം എന്തെന്ന് ചോദിച്ചാല്, ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോഴും എനിക്ക് പല്ലുവേദനയും തലവേദനയും ഉണ്ടായിരുന്നു. അത് കഠിനമായി വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ സഭയെ പറയുകയും ഓൾനൈറ്റ് പ്രെയർ ഒക്കെ വെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് കർത്താവിന്റെ കൃപയാൽ ഒത്തിരി ആശ്വാസത്തോടും സൗഖ്യത്തോടുമാണ് ഞാൻ ഈ അമേരിക്കയിലേക്ക് വരുവാനിടയായത്. എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ജനുവരി മാസം 5-ാം തീയതി എനിക്ക് പനി പോലെ വന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ 10 വർഷം കൊണ്ട് പനി വരാത്ത എനിക്ക് പനി വന്നു. അതിന് മുൻപേ തന്നെ ഇവിടുത്തെ ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ വന്ന സമയത്ത് നേരത്തെ തന്നെ പറഞ്ഞു, ഇവിടെ ഇച്ചിരി തണുപ്പ് കൂടുതൽ ഈ പ്രാവശ്യം ഫ്ലോറിഡയിൽ. ദൈവത്തിന് ഇപ്പോഴും ഇവിടെ ഫ്ലോറിഡയിൽ ചിലയിടത്തൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ മഞ്ഞിന്റെ ഒരു സമയം ആയി. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അങ്ങനെ ഇരിക്കെ ഈ തണുപ്പ് കൊണ്ട് എനിക്ക് പല്ലുവേദനയും 4 പല്ലിനും കേടുണ്ട്. ആ 4 പല്ലിനും വേദന, തലവേദന, പനി, വളരെ കഷ്ടതയിൽ കൂടെ കടന്നു പോകാനിടയായി. ഞാൻ കുഞ്ഞുങ്ങൾ ചോദിക്കുമ്പോൾ പറയും, കർത്താവ് കൃപയാൽ സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു, കർത്താവ് കൃപയാൽ നടത്തുന്നു, സൗഖ്യമാകുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദൈവമക്കളെ, ഞാൻ അനുഭവിച്ച കഷ്ടത വളരെ വലുതായിരുന്നു. കാരണം പനിയാൽ ഞാൻ വളരെ ഭാരപ്പെട്ടു. ചങ്കല്ല, ഒന്നാമതേ ഇവിടുത്തെ തണുപ്പ്, ചങ്കല്ല ഇങ്ങനെ വിറയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഇളയ മോളെ 5 മാസം പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് വൈറൽ ഫീവർ വന്ന അതുപോലത്തെ അസ്വസ്ഥതകളൊക്കെ എൻ്റെ ശരീരത്തിൽ വരുക. അതുപോലെ തന്നെ ടൈഫോയിഡ് വന്നപ്പോഴത്തെ അവസ്ഥ പോലെയൊക്കെ എൻ്റെ ശരീരത്തിൽ വരുക. എന്തോ പനിയാന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അതുപോലെ ഞാൻ കഷ്ടപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കഷ്ടങ്ങളിൽ അടുത്ത തുണയായ ദൈവം എന്നോട് കൂടെ ഇരുന്നു. ഈ പല്ലുവേദനയും ഈ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം. പണ്ട് എനിക്ക് ആക്സിഡന്റ് വന്നപ്പോൾ എൻ്റെ കവളൊക്കെ ചതഞ്ഞു പോയതാ. ആ ചതഞ്ഞ രക്തത്തെ ദൈവം വെളിയിൽ കളഞ്ഞതാ. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ അനുഭവിച്ച ആ വിങ്ങല്, ആ ചതഞ്ഞ രക്തം കവളിൽ ഉണ്ടായിരുന്ന സമയത്ത്, ആ നീർക്കെട്ടിൽ ഇരിക്കുമ്പോൾ സമയത്ത് ദൈവത്തിന് സ്തോത്രം, ഞായറാഴ്ച രാത്രി എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു. ചൊവ്വാഴ്ച രാത്രി 12 മണിക്ക് എൻ്റെ ദൈവം ഈ ചതഞ്ഞ രക്തത്തെ പുറത്തു കളയുന്നു കവളിൽ നിന്ന്. അപ്പം അന്നേരം ഈ കർത്താവ് തൊടുന്നിടം വരെ തൊടുന്നതിന് മുൻപ് വരെ അനുഭവിച്ച ആ കവളിനകത്തുണ്ടായിരുന്ന വിഷമങ്ങൾ, വേദനകളെല്ലാം എനിക്ക് ഈ പനി വന്നപ്പോൾ അതുപോലത്തെ അസ്വസ്ഥതകൾ എൻ്റെ വായിലുണ്ടായി. ചതവോ വേദനയൊന്നും അല്ല, വേദനയുണ്ട്, അതുപോലത്തെ അസ്വസ്ഥത അങ്ങ് ഉണ്ടാകും. അപ്പം എന്നെ ആക്സിഡന്റിൽ നിന്ന് ദൈവം വിടിവിച്ച സാക്ഷ്യം, ടൈഫോയിഡിൽ നിന്ന് വിടിവിച്ച സാക്ഷ്യം, പല്ലുവേദനയിൽ നിന്ന് വിടിവിച്ച സാക്ഷ്യം, ഇതൊക്കെ പറയാനായിട്ട് ദൈവം എന്നെ കഷ്ടതയിലാക്കിയതാ. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവമക്കളെ, കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ ബുധനാഴ്ച ഇവിടെ വ്യാഴാഴ്ച ദിവസം അച്ഛ ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ വന്നോണ്ട് അവള് പറഞ്ഞു, എന്നാ മമ്മി ഇനി അവൾക്ക് വയ്യല്ലോ, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി മോളെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ചാൻസ് കഴിഞ്ഞ 2-3 മാസം ഞാൻ ഇവിടെ നിന്നപ്പോഴും ഞാൻ ആ ബൈബിൾ ക്ലാസ് എടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ നല്ലൊരു അവസരം ദൈവം തന്നല്ലോ, ദൈവനാമമഹത്വത്തിനായിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യ്,
ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് എനിക്ക് പനി വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ പനിയും തലവേദനയും പല്ലുവേദനയും ഈ വായ്ക്കകത്തെ ഈ നീർക്കെട്ടും പ്രയാസങ്ങളും വിങ്ങൽ പോലുള്ള വേദനകളാലും ഞാൻ വളരെ കഷ്ടപ്പെട്ടു ദൈവമക്കളെ. അങ്ങനെ കഷ്ടപ്പെട്ടപ്പോൾ രാത്രിയാമങ്ങള് പകലും രാത്രിയിലും എല്ലാം ആത്മാവിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ആത്മാവിൽ പാടിക്കൊണ്ടിരുന്നു, ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നു, മണിക്കൂറുകൾ ആത്മാവിൽ ആരാധിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആരാധന വിടുതലുണ്ട്, ആരാധന സൗഖ്യമുണ്ട്. കഴിഞ്ഞ നാൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവസനയും മുട്ടുകുത്തി നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാനിടയായി. അങ്ങനെ ആരാധിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, നാളെ പകൽക്കാലം നാളത്തെ ബൈബിൾ ക്ലാസ്സില് എന്റെ കർത്താവ് എന്നെ നടത്തിയ വഴികള്, എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങള് ദൈവനാമത്തിനെ ഞാൻ സാക്ഷീകരിച്ചു കൊള്ളാം. ആക്സിഡന്റിൽ നിന്ന് ദൈവം വിടിവിച്ചതും ടൈഫോയിഡിൽ നിന്ന് വിടിവിച്ചതും ഒക്കെ സാക്ഷ്യം ഞാൻ പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിന്റെ കരം എന്നെ തൊട്ടു. എന്റെ പനിയുടെ പ്രയാസങ്ങളിൽ നിന്ന് കർത്താവിനെ വിടിവിച്ചു. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ സൗഖ്യമാക്കി, ബലപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ ഞാൻ ബൈബിൾ ക്ലാസ്സിൽ കയറി ഞാൻ ഈ സാക്ഷ്യങ്ങൾ പറയുവാനിടയായി. ദൈവത്തിന് മഹത്വം. സാക്ഷ്യവചനത്താലും കുഞ്ഞാടിന്റെ രക്തത്താലും സാത്താനെ ജയിക്കുന്നവരായി ദൈവരാജ്യത്തിലെ കെട്ടുപണിക്ക്, ദൈവത്തിന്റെ വേലയ്ക്ക്, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ പ്രയോജനപ്പെടുവാൻ പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. അതിനാൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ഞാൻ ഈ സമയം ചോദിക്കുക. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അച്ചായിക്ക് കൊടുത്ത വിടുതലിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അതുപോലെ തന്നെ കർത്താവ് നടത്തിയതെല്ലാം അത്ഭുതങ്ങളാ. എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്തതെല്ലാം അത്ഭുതങ്ങളാ. അതുകൊണ്ട് ദൈവനാമം മഹത്വപ്പെടണം, അത് മാത്രമാണ് ലക്ഷ്യം. അതിനേക്കാൾ ഉപരി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. കർത്താവിന്റെ രാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ഇപ്പൊ കൃപയാല് അച്ചായൻ കുടുംബത്തെയും ദൈവം ഈ നാളുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ജനുവരി 1-ാം തീയതി അച്ചായുടെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അന്ന് ഞാൻ ജോസഫ് മാത്യു പാസ്റ്ററെ വിളിക്കാൻ കാരണം ഞങ്ങള് പിന്നെ ഞാനിവിടെ അമേരിക്ക വന്ന കാര്യം ഒന്ന് പറയാനും, അതുപോലെ തന്നെ ഞങ്ങളന്ന് ഈ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഇവിടെ, അങ്ങനെ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുവാനും, കാരണം അച്ഛയുടെ ബർത്ത്ഡേ ഉള്ള ബന്ധത്തിൽ അവർക്കൊരു നന്മ കൊടുക്കുവാനും അവർക്ക് ഫുഡ് കൊടുക്കാനും ഒക്കെ ആയിട്ട് ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുക്കിലേക്ക് പോകാനിടയായി. ദൈവത്തിന് സ്തോത്രം. അത് വലിയൊരു അനുഗ്രഹമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയൊരു ശുശ്രൂഷ അത്. ദൈവത്തിന് സ്തോത്രം. ഈ സഭയിലുള്ള 2-3 കുടുംബക്കാരും ഞങ്ങളും കൂടെ കൂടി അവിടെ ഹോംലെസ്സിനെ കാണുവാൻ പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവം തന്ന നന്മകൾ അവരുമായിട്ട് ഷെയർ ചെയ്യുവാനും. ഞാൻ നേരത്തെ ഒരു ട്രാക്ട് എഴുതിയായിരുന്നല്ലോ. ആ ട്രാക്ട് മലയാളത്തിലാണ് അന്ന് എഴുതിയത്. ആ മലയാളത്തിൽ എഴുതിയ ട്രാക്ട് ദൈവകൃപയാൽ ആദ്യം 3000 അടിച്ചു, പിന്നെ 5000 അടിച്ചു. അതെല്ലാം തീർന്നു. പിന്നെ ഞാൻ 5000 അടിക്കാൻ കൊടുത്തിട്ടാ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ പിന്നെ ഞാൻ ഒരു 5000 ട്രാക്ട് ഞാൻ അത് ഇംഗ്ലീഷിലാക്കി. ദൈവത്തിന് സ്തോത്രം. എനിക്ക് മലയാളം അറിയാവുള്ളൂ. ഞങ്ങളുടെ ചർച്ചിലെ ഒരു പിന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ അത് ഇംഗ്ലീഷിലാക്കിയിട്ട്, അങ്ങനെ ഇംഗ്ലീഷിൽ ആ ട്രാക്ട് തർജ്ജിമ ചെയ്ത് ഇംഗ്ലീഷിലാക്കിക്കൊണ്ട് ആ ട്രാക്റ്റുമായിട്ടാണ് ഞാൻ ഈ പ്രാവശ്യം വന്നത്. അപ്പൊ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒക്കെ പോയപ്പോൾ അവർക്ക് എല്ലാവർക്കും ആ ട്രാക്ട് കൊടുക്കുവാനും ദൈവം തന്ന നന്മകളിൽ നിന്ന് അവരുമായിട്ട് ഷെയർ ചെയ്യുവാനും വചനം പറയാനും പ്രാർത്ഥിക്കാനും എല്ലാം കർത്താവ് അവസരം ഒരുക്കി. അതുപോലെ തന്നെ അവരൊക്കെ യേശുവിനെ കണ്ടുമുട്ടുവാനും അവരൊക്കെ സ്നാനപ്പെടാനും ഒക്കെ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഞാൻ വരുന്നതിന് മുൻപേ തന്നെ ഇവര് ഹോംലെസ്സിനെ കാണാൻ പോകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് അതിനൊക്കെ പറഞ്ഞ് രക്ഷയിലേക്ക് വന്നവരെ അവർക്ക് സ്നാനപ്പെടുത്തുവാനൊക്കെ കർത്താവ് അവസരം ഒരുക്കി. ദൈവത്തിന് സ്തോത്രം. ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് ഒരു പാസ്റ്റർ ഉണ്ട്. ആ പാസ്റ്ററെ വിളിച്ചുകൊണ്ട് പോയി അവിടെ നമുക്കൊരു ബ്രദറിന്റെ വീട്ടില് സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെയാണ് സ്നാനമൊക്കെ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ കൃപയാ ആത്മാക്കളെ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അച്ഛയുടെ ഹസ്ബൻഡ് നേരത്തെ അവൻ ഇവിടെ ഹോസ്പിറ്റലിൽ RN-ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അന്നേരം അവന്റെ ബോസിന്റെ ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു. സ്തോത്രം. വർഷങ്ങൾക്ക് മുമ്പ് അഥവാ ആടിയൊക്കെ ഉണ്ടായ ആ സമയത്ത് കണ്ട പിന്നെ ഇങ്ങനെ ബേബി ഷവറൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. ആ ഒരു പരിചയത്തിൽ സംസാരിച്ചു എപ്പോഴോ അവനൊരു ഹായ് അയച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അദ്ദേഹം അതിന് ഒന്നും മറുപടി കൊടുത്തില്ലായിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ ദൈവത്തിന് സമയമായപ്പോൾ അദ്ദേഹത്തോട് ദൈവം ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം പീറ്ററിനെ വിളിക്കുവാനിടയായി. വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് താങ്കളുമായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഒരു 45 മിനിറ്റോളം ഇവർ ഒരുമിച്ച് സംസാരിപ്പാനിടയായി. ഇവിടുത്തെ വെള്ളക്കാരനാ. ദൈവത്തിന് സ്തോത്രം. കൃപയാൽ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വരുവാനിടയായി. അച്ഛ പ്രസവിക്കുന്നതിന് മുൻപാ വന്നത്. ദൈവത്തിന് സ്തോത്രം. 2 ആഴ്ച മുമ്പ് ഇവിടെ വന്നു. ദൈവത്തിന്റെ കൃപയാൽ
മണിക്കൂറുകൾ. സന്ധ്യയായ ഒരു 5:30 വന്ന മനുഷ്യരാ. പക്ഷെ അദ്ദേഹം പോയപ്പോൾ രാത്രി 11 മണിയായി. അതുവരെ ഇവിടെ ഇരുന്ന് ദൈവവചനം കേൾക്കുവാനും പറയുവാനും അനുഭവങ്ങൾ പറയാനും അദ്ദേഹം ദൈവത്തെ വിശ്വസിക്കുവാനും ഇടയായി. അദ്ദേഹം ക്രിസ്ത്യാനിയുടെ പേരാ, 3ാം തലമുറക്കാരനാ. പക്ഷേങ്കിൽ അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു. അദ്ദേഹം യേശു ഉണ്ടെന്നും ദൈവമുണ്ടെന്നും യേശു കുറിച്ചുള്ള രക്ഷയെക്കുറിച്ചും എല്ലാം ഇവിടെ പറയുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ ദൈവം ഇടയാക്കി. അതുപോലെ തന്നെ പീറ്ററിന്റെ ഫ്രണ്ടായിട്ടിരുന്ന ഒരാളുണ്ട്. അയാളാണെങ്കിൽ ഭയങ്കര കുടിയനായിട്ട് നടന്ന മനുഷ്യനാ. അങ്ങനെ അതിന്റെ സെന്ററിൽ കിടന്ന് പിന്നെ ഈ കുടി മാറ്റുന്നതിന്റെ ഏതോ ഒരു പേരുണ്ട്, ഞാൻ മറന്നുപോയി. അപ്പം അങ്ങനെ അവിടെ ആക്കിയിരിക്കുകയായിരുന്നു അദ്ദേഹത്തെ. ഭയങ്കരമായിട്ട് ഇതിന് മദ്യപാനത്തിലായിട്ട് ഡക്സിനൊക്കെ അടിമയായതുകൊണ്ട് ആ ഒരു സെന്ററിൽ കിടക്കുമായിരുന്നു. അവിടെ കാണാൻ ചെന്നപ്പോൾ ദൈവവചനം പറഞ്ഞു അയാൾ രക്ഷിക്കപ്പെടുവാനിടയായി. ദൈവകൃപയാ ഞാൻ വന്നതിന്റെ പിറ്റേ ആഴ്ചയില് പിന്നെ ജനുവരി ആദ്യം തന്നെ ദൈവത്തിന് സ്തോത്രം അദ്ദേഹത്തെ ഇവിടെ സ്നാനപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അനേക ജീവിതങ്ങളെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ അച്ചായും പീറ്റേഴ്സ് അണ്ണയും ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്നും കർത്താവിന്റെ മഹത്വമേറിയ വേലയിൽ ശുശ്രൂഷയിൽ ശോഭിക്കപ്പെടുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകേണ്ടതിന് കർത്താവ് അവരെ ഈ രാജ്യത്താക്കിന്റെ പിൻപുള്ള ദൈവിക പദ്ധതി, ദൈവിക ഉദ്ദേശം ദൈവം തികച്ചെടുത്ത് ദൈവനാമം മഹത്വപ്പെടേണ്ടതിന് ദൈവമക്കളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ അവസരം ഒരുക്കി തന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് ദൈവസന്നിധി ഇരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. പ്രാർത്ഥിക്കാമോ? പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട വലിയ ഒരു സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമെന്ന് പറയത്തക്കവണ്ണം ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവും അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ചെയ്ത എല്ലാ നന്മകളെ, എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. കേൾക്കപ്പെട്ട സാക്ഷ്യം എല്ലാവർക്കും അനുഗ്രഹമാക്കി, വിടുതലാക്കി, സൗഖ്യമാക്കി, അനുഗ്രഹത്തിനും നന്മയ്ക്കും ഉയർച്ചയ്ക്കും ദൈവനാമ മഹത്വത്തിനും കാരണമാക്കുന്നത് കൊണ്ട് സ്തോത്രം. ഒരുമിച്ച് നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. വരവിന് വേണ്ടി ഒരുക്കണം, മാനമഹത്വം എടുക്കണം, തിരുനാമത്തെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.